അടി ഇടി പുക 2 മണിക്കൂർ ചുമ്മാ റൈഫിൾ ക്ലബ്ബ് ഒരു രക്ഷയില്ല. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. റൈഫിൾ ക്ലബ്ബ് കണ്ട് ഇറങ്ങിയുള്ളൂ. രോമാഞ്ചം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ചില സീനൊക്കെ വെറും രോമാഞ്ചം. റെക്സ് വിജയൻ കംബാക്ക്. കട്ട വെയിറ്റിംഗ് ആണ് റെക്സ് വിജയന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 2019 മറ്റേ തമാശ സിനിമ കഴിഞ്ഞിട്ട് ഇപ്പൊ അതും ഒരു ഇടിവെട്ട് സാധനം ചെയ്തു വെച്ചിട്ടുണ്ട്. പറയണ്ടല്ലോ മ്യൂസിക് ബിജിഎം. റെക്സ് വിജയൻ ഒരുപാട് കാലമായിട്ട് ഇല്ല, കുറെ ആൾക്കാർ ഇപ്പൊ എന്നെ പോലെ തന്നെ റെക്സ് വിജയൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ കുറെ നാളായിട്ട് ആഗ്രഹിച്ചൊരു കംബാക്ക് ആണ് റെക്സ് വിജയൻ്റെത്. അതെന്തായാലും നല്ലൊരു ഇമ്പാക്റ്റോട് കൂടി തന്നെ എന്തായാലും ആയിട്ടുണ്ട്. മാൻ റിയലി റോക്ക് ഇറ്റ്. അതുപോലെ തന്നെ കാസ്റ്റിംഗ്, നിങ്ങളിപ്പോ ട്രെയിലർ കണ്ടു കാണും. അയ്യോ, കാസ്റ്റിംഗ് ഇതുപോലെ കുറെ പേരുടെ കംബാക്ക് ഉണ്ട്. അതില് എനിക്ക് ഫസ്റ്റ് വാണി വിശ്വനാഥിന്റെ സാധനമാണ്. ഒരു മൂഡ് സീനുണ്ട് വാണി വിശ്വനാഥിന്റെ. എന്റെ മോനെ, അത് നിങ്ങൾ തിയേറ്ററിൽ കാണുമ്പോ നിങ്ങൾ വിസിലടിക്കും. അതുപോലെ തന്നെ എല്ലാവർക്കും ദിലീഷ് പോത്തിന്റെ ഇന്റർവെൽ പഞ്ച്, എന്റെ ദൈവമേ കിടിലൻ. ഇന്റർവെല് കഴിഞ്ഞൊരു സീനുണ്ട്, എന്റെ മക്കള് വന്നടാ, നിങ്ങൾ ഈ ഡയലോഗ് കേൾക്കുമ്പോ നിങ്ങൾ എണീറ്റ് നിന്ന് കൈയടിക്കാം. ഒരു രക്ഷയില്ല. എനിക്ക് സ്പോയിലർ ആയിട്ടൊന്നും പറയുന്നില്ല. കിടു സിനിമ, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയ സിനിമ. നിങ്ങൾ എല്ലാവരും പറ്റുന്ന 2 മണിക്കൂർ, അതും 2 മണിക്കൂർ പെട്ടെന്ന് പോയതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. ലാഗില്ല, പെർഫെക്റ്റ് ആയിട്ട് കൊണ്ട് എൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിനപ്പുറത്തേക്കോ ഇതിന് ലൈക്ക് കഴിഞ്ഞിട്ട് ഒന്നുമില്ല ഇതിനകത്തിന്. കാസ്റ്റിംഗ് ഒരുപാട് പേരുണ്ട് എടുത്ത് പറയാം. വിജയരാഘവൻ, അനുരാഗ് കശ്യപ്, ചെക്കനെ പറഞ്ഞില്ലല്ലോ, ഹനുമാൻ കൈൻഡ് കൊടുത്ത റോള് നീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്വാഗ് ഉണ്ടല്ലോ, ഒരു ഗാങ്സ്റ്റർ സ്വാഗ്, അത് പക്കായിട്ടുണ്ട്. ഞാനും വിചാരിച്ചില്ല ഒരു കസ്റ്റ് സിംഗർ അഭിനയിക്കാൻ പോന്ന് പറഞ്ഞപ്പോ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ശരിയാവൂ, കാരണം നല്ലൊരു ലെവലിലാണ് അല്ലെങ്കിൽ ഇപ്പൊ നിക്കുന്നത്. ബട്ട് സിനിമയില് ചെക്ക് ഞെട്ടിച്ചു. ഒരു നടത്തം വരെ ഉണ്ടല്ലോ, ഒരു നടത്തമുണ്ട്. ഈ പറഞ്ഞ പോലെ റൈഫിൾ ക്ലബിലേക്ക് നടന്നു വരുന്ന ഒരു സീനുണ്ട്, ഒരു സ്ലോ മോഷൻ സീൻ. ആ നടത്തം മതി ചെക്കൻ്റെ ആ സ്വാഗ് മനസ്സിലാകാൻ. സിനിമാറ്റോഗ്രാഫി ആഷിഖ് തന്നെയല്ലേ. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാകും, വെടിവെപ്പാണ്, കട്ട വെടിവെപ്പാണ്. എനിക്ക് ട്രെയിലറിൽ കണ്ടൊരു സീനകത്ത് കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബോംബ് ബ്ലാസ്റ്റ്, ഒരു വോള് ബ്രേക്ക് ചെയ്ത് വരുന്നൊരു എൻട്രി കാണിക്കുന്നുണ്ട് ട്രെയിലറിനകത്ത്. അതെന്താ അറിയില്ല, സിനിമയ്ക്കകത്ത് അത് കട്ട് ചെയ്തിട്ടുള്ളൊരു പോർഷനാണ് കാണിച്ചത്. അതെന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ മൂഡായാണ്. അത് ഞങ്ങൾ കണ്ട തിയേറ്ററിന്റെ പ്രശ്നമാണോ അതോ ഇനി കട്ട് ചെയ്താണോ അറിയില്ല. ട്രെയിലറിലുണ്ടായിരുന്ന ആ സീൻ, പക്ഷെ സിനിമയിൽ ആ സീൻ ഇല്ല. എല്ലാവർക്കും ഈക്വലി അവരെ കാണിക്കുമ്പോ അവിടെ ഒരു പഞ്ച് സീൻ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഒരു അമ്മൂമ്മയുടെ ഒരു സീൻ കാണിച്ചില്ലേ, ചെറുതാണെങ്കിൽ. എല്ലാവർക്കും അവരവരുടെ റോള് നീറ്റായിരുന്നു. അത് അനാവശ്യമായിട്ടുള്ള ഒരു ഡയലോഗും ഇല്ല, ക്യാരക്ടറും ഇല്ല. കൺവിൻസിങ് സ്റ്റാർ ഉണ്ട് ഇതില്, അറിയാൻ വിട്ടുപോയി. എന്റെ പൊന്നെ, സിനിമയിലെ മെയിൻ സ്റ്റാറുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ സിനിമയിലെ ലീഡ് റോൾസിന് കിട്ടാത്ത കയ്യടിയായിരുന്നു. കൺവിൻസിങ് സ്റ്റാർ മനസ്സിലായല്ലോ ആളെ. പുള്ളിക്ക് സുരേഷ് കൃഷ്ണ ആയിരുന്നുണ്ട്. പുള്ളിയുടെ ഒറിജിനൽ പേര് മറന്നു. വിജയരാഘവനൊക്കെ ഇപ്പൊ വരാൻ നേരത്തുള്ള കയ്യടി ഉണ്ടല്ലോ, നമുക്ക് തന്നെ ഒരു ഇതാകുന്നുണ്ട്. കാരണം ഓഡിയൻസിന്റെ ചേഞ്ച് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വിജയരാഘവൻ വന്നപ്പോ എനിക്ക് തോന്നുന്നു നല്ല കയ്യടിയായിരുന്നു. തിയേറ്ററിലൊക്കെ നല്ല കയ്യടി വിസിലടിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യടി വിസിലടി വന്നത് നമ്മുടെ കൺവിൻസിങ് സ്റ്റാറിനാണ്. വാണി വിശ്വനാഥിന്റെ ഇന്റർവ്യൂക്കും നല്ല അപ്ലോസ് ആയിരുന്നു. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. ഓഡിയൻസിന്റെ ക്വാളിറ്റി നല്ല രീതിയിൽ മാറുന്നുണ്ട്. അത് പറഞ്ഞപ്പോഴാണ് പുഷ്പ ബാക്കി എല്ലാ സ്ഥലത്തും വിജയിച്ചെന്നാണ് റിപ്പോർട്ട്. കേരളത്തിൽ മാത്രമാണ് ഇത്ര നെഗറ്റീവ് റിവ്യൂ വന്നുള്ളത്. അത് സീരിയസ്ലി അത് കണ്ടപ്പോ നല്ല സന്തോഷം തോന്നി. മലയാളികളെ കുറച്ചൊന്ന് ഇതാക്കാനായിട്ട് ഈ ചുമ്മാ ഈ മസാല ആക്ഷൻ മാത്രം പോരാ എന്ന് ഒരുവിധം ഇൻഡസ്ട്രിക്കൊക്കെ ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവും. കഥയുണ്ടോ ഇവിടെ ഓടുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, നമുക്ക് എൻജോയ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ സിനിമ ഉറപ്പായിട്ട് ഓടും. കേരളത്തിൽ സിനിമയിൽ പിന്നെ പറയാനായിട്ട് വിനീത് ഉണ്ട്. എനിക്ക് ആലോചിക്കാറുണ്ട്, ഇയാൾക്ക് പ്രായമാവൂല ഇയാൾക്ക്. പുള്ളിക്കുണ്ടൊരു മാസ് ഫൈറ്റ് സീൻ. റംസാന്റെ ഒരു കിക്ക് ഉണ്ട്, ഒരു സിഗ്നേച്ചർ കിക്ക്, ഒരു ചാടി ഒരു കിക്ക് ഉണ്ട്. അത് ഡാൻസ് അറിയാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു നീറ്റ് ആയിട്ടുള്ള സാധനം ചെയ്യാനും പറ്റുന്നുണ്ട്. വിനീതിന്റെ ആക്ഷൻ സീനും അടിപൊളിയായിരുന്നു. വിചാരിക്കാത്ത ഒരു സാധനമായിരുന്നു വിനീതിന്റെ ഒരു ആക്ഷൻ സീൻ. വിഷ്ണു ആള് മറ്റേ കരിക്ക് ഫ്ലിക്കിനകത്ത് ആളുടെ ഒരു ഷോർട്ട് ഫിലിം അല്ല, ഒരു സീരീസ് ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോ പോലെ ഇവിടെ വേണ്ട മച്ചൻ വേറെ ലെവലിൽ പോകാനുള്ളതാണ്. ഞങ്ങൾക്ക് നന്നായിട്ട് വർക്കായി സിനിമ. തിയേറ്ററിൽ പോയി കാണാം. സോ മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ. 2 hours അടിപൊളി.